സോ നമുക്ക് ടോട്ടൽ 3 വർക്ക്സ് ആണുള്ളത്. അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് വെയർ ചെയ്തിരിക്കുന്നത്. ഔട്ട്ഫിറ്റ് എല്ലാം, എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ടൈം 4 AM 3:30 ആ ഒരു ടൈമാണ്. ലൈറ്റ് കുറവുണ്ട്, കാരണം നേരം വെളുത്തിട്ടില്ല. എന്നാൽ തന്നെ ഇവിടെ ഗുരുവായൂരായതുകൊണ്ട് എല്ലായിടത്തും ഫുൾ ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഫർഹാനക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം സെറ്റാണ് പറഞ്ഞു. ആൻഡ് അപ്പോൾ ഇന്ന് ഫർഹാൻ്റെ നിക്കാഹ് ലുക്കും റിസപ്ഷൻ ലുക്കും അതുപോലെ തന്നെ ഫാത്തിമയുടെ റിസപ്ഷൻ ലുക്കും. ഫാത്തിമ എനിക്ക് ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് തന്നെ. അറിയില്ല, നമുക്ക് റിവ്യൂ അവിടെ അടുത്ത് നേരിട്ട് തന്നെ ചോദിക്കാം. സോ പോവാം. സോ ഇതാണ് നമ്മുടെ ഫർഹാന മുതൽ നിന്റെ പേര് പറയൽ കൊടുത്തിയത്. ഫാത്തിമയുടെ അടുത്ത് മുതൽ നമുക്ക് ചെയ്യാം. എനിക്ക് സാരിയാണ്, അതിൽ 1 പ്ലേറ്റ് ആയിട്ടാണ് സാരി എടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫർഹാന എന്ന വിസ്മിയുടെ നിക്കാഹിൻ്റെ ഫൈനൽ ലുക്കാണ്. എനിക്കിഷ്ടമായോ? വിചാരിച്ചതിനേക്കായി അടിപൊളിയായി. കാരണം ഞാൻ മേക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ വന്നപ്പോൾ കുറച്ചും കൂടെ ഭംഗി. സോ ഇപ്പം നമ്മൾ ഫർഹാൻ്റെ നിക്കാഹ് ലുക്കാണ് കംപ്ലീറ്റ് ചെയ്തത്. ദെൻ ഇന്ന് April 9th ആണ്, വോട്ട് ഡേ ആണ്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുണ്ട്. നമുക്ക് എന്തായാലും വോട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, കാരണം റിസപ്ഷൻ 2 പേരുടെ റിസപ്ഷൻ ലുക്ക് കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് റൺ ചെയ്ത് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ടൈം എന്തായാലും കഴിയും. നമ്മളിപ്പോൾ റൂമിലോട്ട് തന്നെ പോവുകയാണ്, കാരണം നമുക്ക് 1 o'clock ആകുമ്പോഴേക്കാണ് അവർ റിസപ്ഷൻ ചേഞ്ചിന് വരുള്ളൂ. റിസപ്ഷൻ ലുക്ക് ഹറിബറി ആയതുകൊണ്ട് എത്രത്തോളം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബ്രൈഡൽ സ്റ്റോറീസ് അല്ലെങ്കിൽ മേക്കപ്പ് സ്റ്റോറീസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഫാത്തിമയുടെയും ഫർഹാൻ്റെയും ഗ്രൂമിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു 1 hour ഭയങ്കര വെയിലാണ് ഗൈസ്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. സോ നമ്മൾ എത്ര മേക്കപ്പ് ഇട്ടാലും മെൽറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്, അത്രയും വെയിലാണ്. നമുക്കൊരിക്കലും ഈ ഒരു വെയിലത്ത് ഇപ്പോൾ ഏത് മേക്കപ്പ് ആണെങ്കിലും, എത്ര ലക്ഷറി എന്ത് മേക്കപ്പ് ആണെങ്കിലും അത് കംപ്ലീറ്റ്ലി ഇട്ട് ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ മെൽറ്റാവും. അതൊരു റിയാലിറ്റിയാണ്. സോ അത് നിങ്ങൾ എങ്ങനെ കീപ്പ് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ മെൽറ്റ് ആവുകയാണെങ്കിൽ കൂടി നമ്മളെങ്ങനെ അത് കീപ്പ് ചെയ്യണം എന്നുള്ളതുണ്ട്. സോ അത് ഞാൻ ഓൾറെഡി ബ്രൈഡ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം അവർ വരുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന്. പിന്നെ റിസപ്ഷൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ ലൈക്ക് നിങ്ങളൊരു 1 hour കൊണ്ടൊക്കെ ചെയ്യുന്നതല്ലേ, മോർണിംഗ് 3 hours ഒക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് 1 hour കൊണ്ടൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് പറയുന്നവരുണ്ട്. ബട്ട് അതിൻ്റെ ഒരു ഡബിൾ ഓർ ട്രിപ്പിൾ എഫേർട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ വെയിലത്ത് വെയിറ്റ് ചെയ്യുന്നതും അതുപോലെ അവർ വന്നുള്ള ഹറിബറി എന്ന് പറഞ്ഞാൽ അത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുക. നമ്മൾ മോർണിംഗ് 3 hour എടുത്ത് ചെയ്യുന്നൊരു കാര്യം നമ്മളൊരു 1 hour അല്ലെങ്കിൽ 45 minutes കൊണ്ട് ചെയ്യുക എന്നുള്ളത് അതൊട്ടും ഈസി അല്ല. ഹിയർ ഈസ് ഫാത്തിമാസ് റിസപ്ഷൻ ലുക്ക്. ആൾ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ആളുടെ ഫിനിഷ് ആയപ്പോഴേക്കും ഫർഹാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഷി വാസ് വെരി ഹാപ്പി അബൌട്ട് ഹെർ ലുക്ക്. ആളുടെ ചിരി കണ്ടാൽ തന്നെ അറിയാലോ. ഇവരുടെ 4 ലുക്സിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് കേട്ടോ, ഐലൻഡ് മേക്ക് ഓവർ. നിങ്ങൾക്കതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതേത് സ്ഥലം എന്ന് മനസ്സിലായോ? ഇതാണ് 4 മണിക്കാറ്റ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ്. അങ്ങനെ ഫാത്തിമാൻ്റെയും ഫർഹാൻ്റെയും 4 ലുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3:15 ഒക്കെ ആയപ്പോഴാണ് അവർ വന്നേ. പിന്നൊരു 5:15 ആയപ്പോഴേക്കും രണ്ടാളും
കംപ്ലീറ്റ്ലി റെഡിയായി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി 2 hours കൊണ്ട് രണ്ടും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് അൽഹംദുലില്ലാ അപ്പോൾ നമ്മൾ തിരിച്ചു വീട്ടിൽ പോകും. ഇനിയും വേറെ ബ്രൈഡ്സിൻ്റെ സ്റ്റോറീസായിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. സോ ഫോർ നൗ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല ടയേർഡാണ്. സോ ഇനി നമുക്ക് നാളെയും വർക്ക് ഉണ്ട് മാഷാല്ലാ. അപ്പോൾ നാളത്തെ സ്റ്റോറീസ് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഫോർ നൗ ബൈ.